ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രിപ്പ് ഫൈനലി ഇന്നാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ഇതൊരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും ഞാൻ നാട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് നാട്ടിൽ പോകുന്ന ഒരു ഫീലിങ്ങും ഇല്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വീട്, ഫുഡ്, അമ്മ, വീട്ടുകാർ, ഇങ്ങനത്തെ കുറേ ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഇമോഷൻസാണ് എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻസും ഇല്ല. എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊരു ഭയങ്കര ഒഫീഷ്യൽ ട്രിപ്പാണ്. ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. നമുക്കൊരു ഒഫീഷ്യൽ ഇവൻ്റാണ്. നാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ UAE ഓഫീസ്, സൗദി, ഖത്തർ എല്ലാവരും ഉണ്ട്. ഓൾ ടീമുണ്ട്. നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകും. ഇപ്പം ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഒരു ട്രഡീഷണൽ വെയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റാണ് പൊട്ടൊക്കെ വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇപ്പം ഞാൻ ഓഫീസിൽ പോവാം. നോർമൽ വർക്കിംഗ് ഡേ ആണ്. ഫ്ലൈറ്റ് 7:30 അപ്പം ഒരു 4 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അപ്പം ഞാനിനി ഒന്നും കൂടെ റൂമിലേക്ക് വരും. എൻ്റെ റൂം ഓഫീസിൽ നിന്ന് നിയർ ബൈ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ലഗേജൊക്കെ എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാമെന്നാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഓഫീസിൽ പോകും. തീർക്കാനുള്ള വർക്കൊക്കെ തീർക്കും. അതിനുശേഷം അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് വന്ന് എല്ലാം ചേഞ്ചായി ലഗേജ് എല്ലാം എടുത്ത് വീണ്ടും ഓഫീസിലേക്ക് പോകും. എന്നിട്ട് ഞങ്ങൾ ഓഫീസിൽ നിന്നാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി നാട്ടിലെത്തിയിട്ട് കാണാം. അല്ല, ഞാൻ ഇന്നത്തെ ഫുൾ ബ്ലോഗ് എടുക്കാം, ഫുള്ള് പോകുന്നതെല്ലാം. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി, നടക്കാനൊക്കെ വലിയ ചൂടില്ല. ഇവിടെ ഫുള്ള് ഫ്ലവറൊക്കെ വന്ന് കാണിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഫ്ലവർ. ഇവിടെ വിൻ്റർ തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ പൂവൊക്കെ മാറ്റി വെക്കും. പൂവിൻ്റെ കളറൊക്കെ മാറ്റും. ഹലോ, അങ്ങനെ ഞാനിപ്പം ബസ്സിൽ കയറി ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓഫീസിൽ ഒരു 15 മിനിറ്റ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്കൊരു 15-20 മിനിറ്റ് ട്രാവലിംഗ് ആണ് ഉള്ളത് ഓഫീസിലേക്ക്. അങ്ങനെ ഓഫീസിൽ എത്തി കഴിഞ്ഞിട്ട് ഇന്നൊരു ഭയങ്കര ലേസി ഡേ ആയിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നില്ല. ഞാനിപ്പോൾ ഇന്ന് താഴേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശയും അതിൻ്റെ കൂടെ ഒരു ചായ കൂടെ കഴിക്കാം. എന്തെങ്കിലും ഒന്ന് ഷുഗർ. നല്ല ചൂട് മസാല ദോശ, ചായ, കാപ്പി. എനിക്ക് ഇവരുടെ മസാല ദോശ നല്ല ഇഷ്ടമാണ്. ഷാരംഗ ഭോജൻ, അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പം നല്ല മസാല ദോശ. അവിടെ എല്ലാ ഫുഡും നല്ല, പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. സാമ്പാറാണ് അവരുടെ സൂപ്പർ. ഞാൻ മിക്കതും എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പാർ കൂടെ എക്സ്ട്രാ കൊടുത്തു വിടാൻ പറയും. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചില്ലല്ലോ. ഒരു സാമ്പാറും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് പറയുന്നത് ആ ലഞ്ചിന് കഴിക്കാനാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ലഞ്ച് ചിലപ്പം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ, ആ സാമ്പാർ ഇങ്ങനെ ഓയിലോട് വെച്ചപ്പോൾ ഒരു സാമ്പാറിൻ്റെ ഒരു മണവും ഫ്ലേവർ, ഇവരുടെ സാമ്പാർ സൂപ്പറാണ്. എന്തോ ഒരു ടേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് കിട്ടും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ലഗേജൊക്കെ എടുത്തിട്ട് വീണ്ടും ഓഫീസിൽ വരും. ഫുൾ ടൈറ്റ് ഷെഡ്യൂളാണ്. കഴിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, ലഗേജ് എടുക്കാൻ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ലഗേജ് എടുക്കാൻ വേണ്ടി പോയി. എനിക്ക് അല്ലെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഇങ്ങനെ പോകാനുണ്ടെങ്കിൽ ഇങ്ങനെ വൃത്തികെട്ട സാധനങ്ങൾ എനിക്ക് എപ്പോഴും വരാറുണ്ട്. അതിന് 3-6 പിമ്പിളായിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ളുണ്ട്, ഈ സൈഡ് ഫുള്ളുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓഫീസിൻ്റെ താഴെയാണ്. എന്തായിരുന്നു പറഞ്ഞത്,
എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് ഇതേപോലെ പിമ്പിൾസ് വരും. ഇത് ഇവിടെ നിറയുണ്ട്, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ നല്ല വൃത്തികേടായിട്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഇട്ട് 3 മേടിച്ചായിരുന്നു. ഇത് പക്ഷേ നല്ല ഡ്രസ്സല്ല, നമ്മുടെ സാധനമൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ നോക്കി മേടിക്കണമെന്നുള്ളൂ. ഞാൻ കുറച്ച് നോക്കി, അത്ര നോക്കുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയ സാധനം നല്ലതായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഞാനിപ്പോൾ റൂമിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത് എനിക്ക് ലഗേജ് എടുക്കാനുണ്ടെന്ന്. ലഗേജ് എടുക്കണം. എയർപോർട്ട് ഡ്രസ്സ് ഞാൻ ഇപ്പോൾ ഇടുമെന്ന് തോന്നുന്നില്ല, കാരണം ഞങ്ങൾ പോകുന്നത് 4 മണിക്ക്. ഇപ്പം സമയം എന്തായെന്ന് എനിക്കറിയില്ല. അപ്പോൾ 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോഴേ ഞാൻ ഇട്ട് പിന്നെ നാളെ രാവിലെ വരെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇടുന്നില്ല. ഞാനിപ്പം ലഗേജ് എടുത്തിട്ട് വരിക. ഓഫീസിൽ വാഷ്റൂം ഉണ്ടല്ലോ, ഇവിടുന്ന് ഡ്രസ്സ് മാറാൻ പോകുന്നതിന് മുന്നേ ഡ്രസ്സും എടുത്ത് ലഗേജും എടുത്തിട്ട് പോയാലും. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റ് ഒരു ഫൈനൽ കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ ഓഫീസിലേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലഗേജ് എല്ലാം എടുത്ത് ഇത് ഓൺ ദ വേ ആണ്. ഇപ്പം ഞങ്ങൾ ബിസിനസ് ബേയിലെത്തി. ദെൻ ഓഫീസിൽ ചെന്ന് പെട്ടിയൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പം അതാണ് ഇനിയുള്ള പരിപാടികൾ. ഇത് രണ്ടും ഉള്ളു കേട്ടോ എൻ്റെ പെട്ടി. ഇത് 2 പെട്ടിയാണ് എൻ്റെത്. ഇത് കാർഡ്. ഇത്രേ ഉള്ളൂ സീന്, ഇത്രേ ഉള്ളു. നിങ്ങൾ ആരും വിചാരിക്കരുത് ആ 2 വലിയ പെട്ടി നിറയെ എന്താണെന്ന്. ആ 2 വലിയ പെട്ടിയിൽ ഒരു വലിയ പെട്ടി നിറയെ പാത്തോട്ട് സാധനങ്ങളാണ്. അതൊന്നും എൻ്റെയല്ല. ഒരു ചെറിയ പെട്ടിക്കതേ ഉള്ളൂ എൻ്റെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പിസ്സയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾക്ക് നമ്മളുടെ സെയിം ഓഫർ ചെയ്തായിരുന്നു ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ പിസ്സ കഴിച്ചു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സ ഇതല്ലായിരുന്നു. ഈ പിസ്സ പക്ഷേ ഞാൻ കഴിച്ചു. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പിസ്സ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതായിരുന്നു എൻ്റെ എയർപോർട്ട് ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു ഹുഡീസാണ്, സ്വെറ്റ് ഷർട്ട് ആൻഡ് ഒരു കാഷ്വൽ പാൻറ്റും ആയിരുന്നു ഇട്ടത്. ഇവ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഹായ് സേ, വെൽക്കം ടു മൈ വ്ലോഗ്സ്. നമുക്ക് 3+1 റേറ്റ് ഓക്കെ. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ലഗേജ് ഒരുമിച്ച് വിട്ട് അതിനുശേഷം നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറി. ഇത് ടെർമിനൽ 2 ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടുത്തെ ലോഞ്ചിൽ ഞങ്ങളുടെ ഒന്നും കാർഡ് എടുക്കത്തില്ല. ഞാൻ ആരുടെയെങ്കിലും കാർഡ് എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കാർഡ് എടുക്കത്തില്ലായിരുന്നു. എനിക്കറിയാവുന്നവരുടെ ഒന്നും കാർഡ് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കുപ്പി എടുക്കാൻ പോയെന്നേ. ഞാൻ പിന്നെ അവിടെ വെറുതെ പോയി നിന്നിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ എയർപോർട്ടിൽ ഇരുന്ന് കുറേ സമയമുള്ളതുകൊണ്ട് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു. നമ്മളുടെ സ്വന്തം ടീം, അതെൻ്റെ ഫ്രണ്ട് സ്റ്റാലിന, എൻ്റെ കൊളീഗ് ഇത് സെയിൻ, ഇവരെല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഈ വ്ളോഗിൽ. പിന്നെ എന്തായിരുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു നല്ല. അപ്പം നമുക്ക് നമ്മളുടെ ഒരു ടീം ദമാമിന്ന് വരുന്നുണ്ടായിരുന്നു. അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ദുബായിലായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുമല്ല. പിന്നെ ഞങ്ങൾ വിശന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പോഴത്തേക്ക് അവർ കഴിക്കുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ടെർമിനൽ 2 പോകുന്നവർക്കറിയാം നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിട്ട് വേണം ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ഇത് ഭയങ്കര മെമ്മറബിൾ ജേർണി ആയിരിക്കും. ഈവൻ എപ്പം നമ്മളിനി ഒരു ഫ്ലൈറ്റ് ജേർണി ആലോചിച്ചാലും എനിക്ക് പെട്ടെന്ന് വരുന്നു ഇത് ഒരു മറക്കാൻ പറ്റാത്തൊരു ജേർണി തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫുൾ കൊളീഗ്സ് എല്ലാവരുമായിട്ട് ഭയങ്കര അടിച്ച് പൊളിച്ച് ഭയങ്കര ഒഫീഷ്യൽ ആണെങ്കിൽ പോലും ഒരു അൺഒഫീഷ്യൽ ജേർണി പോലെയാണ് ഞങ്ങളെല്ലാവരും പോയത്. ഇറ്റ്സ് ഭയങ്കര സൂപ്പറായിരുന്നു. കാരണം ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായിരുന്നു. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങോട്ട് പറയും, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയും. അങ്ങനെ നമ്മുടെ സൂപ്പർ യാത്രയായിരുന്നു ഇത്. അങ്ങനെ എനിക്ക് പിന്നെ സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈഡ് സീറ്റ് വേണമെന്ന് ബഹളം വെച്ചെങ്കിലും എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ആയപ്പോഴത്തേക്ക് എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആരോട് അടി ഉണ്ടാക്കേണ്ടി വന്നില്ല വിൻഡോ സീറ്റിന് വേണ്ടി. ഞാൻ അവിടെ തന്നെ ആദ്യമേ പോയിരുന്നു. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞങ്ങളുടെ ടിക്കറ്റിനകത്ത് ഫുഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വിശന്നിട്ട് ഞാൻ ഫുഡ് എന്തോ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഒരു മാഗി നൂഡിൽസ് എന്തോ ഓർഡർ ചെയ്ത്. ഇത് നമ്മളുടെ ദുബായിൽ നിന്ന് അങ്ങോട്ട് പറന്ന് പൊങ്ങുമ്പോഴുള്ള വ്യൂ, ഈ വ്യൂ കാണാൻ എന്ത് രസമല്ലേ. അപ്പം നമുക്കന്ന്
ഫുൾ ദുബായ് ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് ആയിട്ട് കാണണം. എനിക്ക് തോന്നുന്നത് രാത്രിയിലായിരിക്കില്ലേ ബ്യൂട്ടിഫുൾ. ഞാൻ പകൽ ഉള്ള ഫ്ലൈറ്റിൽ വന്നിറങ്ങിയതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ ഇപ്പോഴും രാത്രി പോകുന്നതും വരുന്നതും എല്ലാം എപ്പോഴും നൈറ്റ് വ്യൂ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണിത്. നമുക്ക് എന്ത് രസമാണ്, ഇങ്ങനെ കുഞ്ഞ് 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 എല്ലാ ലൈറ്റ് കത്തി പോലെ ഇങ്ങനെ കിടക്കും. അതിന് ശേഷമായിരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത്. ഓക്കെ, ഞാൻ എന്തോ ഒരു മാഗി നൂഡിൽസ് ഓർഡർ ചെയ്ത് എനിക്ക് ഹോട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് അത് കഴിച്ചു. പിന്നെ ഞാനങ്ങനെ അത്ര പ്രിപ്പയർഡ് ആയിട്ടല്ല പോയത്. ഞാൻ കുറേ മൂവീസ് ഒന്നും ഡൗൺലോഡ് ചെയ്തൊന്നും അല്ല. പിന്നെ എനിക്ക് ഉറക്കമൊന്നും വലുതായിട്ട് വരുന്നില്ലായിരുന്നു ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. കുറേ നേരം ഞാൻ ഓണമെന്നൊക്കെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം കുറേ സമയം ഞാൻ എങ്ങനെയോ ട്രൈ ചെയ്ത് ഉറങ്ങി. പക്ഷെ അതൊരു ഗുഡ് സ്ലീപ്പൊന്നും അല്ലായിരുന്നു. സാധാരണ ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് നല്ലപോലെ ഉറങ്ങുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരോടും പോയതുകൊണ്ട് കുറേ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ഉറങ്ങിയില്ല. കുറേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് മാപ്പ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ എത്തി. എന്നിട്ടൊന്ന് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. അപ്പോൾ പിന്നെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം വിൻഡോയിലോട്ട് നോക്കിയിരുന്നു. നമ്മുടെ നാട്ടിലെത്തിയ വ്യൂ അത്ര സുഖമില്ലായിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് കൊച്ചിയിലേക്കുള്ള. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ ഇറങ്ങുന്നത്. ഞാൻ എപ്പോഴും ട്രിവാൻഡ്രം ആണ് ഇറങ്ങാറ് ഉള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് കൊച്ചി എയർപോർട്ട് ആദ്യമായിട്ടാണ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നതാണെങ്കിലും കയറുന്നതാണെങ്കിലും എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ കൊച്ചി എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. അതിനുശേഷം അവിടെ വലിയ ക്ലിയറൻസ് ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഇറങ്ങാനെന്ന് തോന്നുന്നു. കാരണം അവിടെ എല്ലാ ആൾക്കാരും ക്യൂ ഒക്കെ ആയിട്ട്. ഇതെനിക്ക് പെട്ടെന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞിറങ്ങിയ പോലെ തോന്നി. അതിനുശേഷം ഞങ്ങൾ ലഗേജൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ വേറെയുള്ള ടീംസൊക്കെ വരുന്നുണ്ടായിരുന്നു. ദമാമി എന്നുള്ളവർ നമ്മളുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. പിന്നെ ജിദ്ദയിൽ നിന്നുള്ളവർ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന ഈ സീനാണിത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മളുടെ ടീം ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീംസിൻ്റെ മാനേജേഴ്സ് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് നമുക്ക് ഫ്ലവേഴ്സൊക്കെ തന്നു, നമ്മളെ വെൽക്കം ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ഗ്രൂപ്പ് ഫോട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ആര്യാസ് അല്ല, ഞാൻ മറന്നുപോയി, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തി ഞങ്ങൾ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബസ്സിൽ കയറി മൂന്നാറെത്തി. പിന്നെ മൂന്നാർ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ നിർത്തി കുറേ സൈറ്റ് സീയിങ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാം എൻജോയ് ചെയ്യണം മൂടലായിരുന്നു, ഉറക്കം ശരിയായിട്ടില്ല. പിന്നെ ആകെ റെസ്റ്റ്ലെസ് ടൈഡെല്ലായിരുന്നു. എന്നാലും ഞാൻ കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങി, കുറേയൊക്കെ കണ്ടു. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രാവലാണ് മൂന്നാറിലേക്കും. എനിക്കെല്ലാം പുതിയതായിരുന്നു. കൊച്ചി എയർപോർട്ട്, മൂന്നാർ എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ബസ്, പിന്നെ നമ്മൾ എലക്സർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലായിരുന്നു നമുക്ക് അക്കോമഡേഷൻ, സ്റ്റേ പ്രോഗ്രാംസ് എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ വഴി ആയതുകൊണ്ട് നമ്മുടെ ബസ് പോകത്തില്ല. അപ്പം നമ്മൾ ജീപ്പിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതിപ്പോൾ നമ്മൾ എലക്സർ ഹിൽസിലെത്തി. ഒരു രക്ഷയില്ല, സൂപ്പർ റിസോർട്ടാണ്. എനിക്ക് ഒന്നും കൂടെ പോയിട്ട് അവിടെ ഒന്ന് പീസ്ഫുള്ളായിട്ട് അവിടെ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നാട്ടിലൊരു ഹോട്ടലിൽ പോയിട്ട് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. മുന്നേ ഞാൻ പോയിട്ടൊന്നുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല റിസോർട്ടോ അങ്ങനെ ഒന്നും. മൂന്നാറും ഞാൻ പോയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ജേർണി. ഇത് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. ഇതെന്തായിരുന്നു, സുലൈമാനിയും പിന്നെ കുറച്ച് കുക്കീസ്, ശർക്കര പുരട്ടി, ചിപ്സ് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തി. കാരണം ലേഡീസ് ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞ് റൂം തന്നു വിട്ട് നമുക്ക് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. നമ്മളുടെ ബോയ്സ് ടീമൊക്കെ പിന്നെ പതുക്കെ വരുന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട്, എനിക്ക് മറ്റേ കുളിക്കാനുള്ള മൂഡായിരുന്നു. റിസോർട്ട് എൻജോയ് ചെയ്യാൻ ചെന്ന സമയത്ത് എനിക്ക് അത്ര പറ്റിയിട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയാൽ മതി എന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിലെത്തിയ സമയത്ത് തന്നെ ഇത് ഞാൻ ജസ്റ്റ് അവിടെ നിന്നപ്പോൾ ഒന്ന് എടുത്ത് അതിൻ്റെ വ്യൂസ്, ഇത് ഒന്നും എടുത്തിട്ടില്ല. കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണൊക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആവാറായിട്ടുണ്ടായിരുന്നു, ചാർജ് ഇല്ലാതെ. ഞങ്ങൾക്ക് സ്വിമ്മിങ് പൂൾ വ്യൂവിൻ്റെ അടുത്തുള്ളൊരു ജിക്കൂസിയൊക്കെ ഉള്ളൊരു കപ്പിൾ റൂമാണ് കിട്ടിയത്. എനിക്കൊന്ന് ഹണിമൂൺ കപ്പിൾസിനൊക്കെ കൊടുക്കുന്ന റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 ഗേൾസിന് വേണ്ടിയിട്ട് ആ ഒരു റൂമായിരുന്നു. അങ്ങനെ ഇതാണ് അവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. അത് നല്ലൊരു വ്യൂ ആണ്. ഞങ്ങൾ ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങണമെന്നൊക്കെ ആയിരുന്നു നമ്മളുടെ പ്ലാൻ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഞങ്ങൾക്കൊന്നിനും ടൈം കിട്ടിയില്ല. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ചിലപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഹോള്, ആ ഹോളിൽ നിന്ന് നമുക്ക് ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ബെഡ്റൂം. ഇവിടെ ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. ഇതായിരുന്നു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് കാണുന്നത്.
ഫുൾ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ നടുക്കുക. ആനയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. കുറേ ആൾക്കാരൊക്കെ ആനയെ കണ്ടു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ആനയെ കണ്ടിട്ടില്ല. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഫുള്ള് കാടൊക്കെ ആയിട്ട്, കാടിൻ്റെ നടുക്കൊരു താമസം. ഹലോ, ഇപ്പം ഞങ്ങൾ മൂന്നാർ എത്തിയിട്ട് എന്താണ് ഇന്നലെ പുറപ്പെട്ടതല്ലേ, അപ്പം ഫുള്ള് റെസ്റ്റ്ലെസ് ടയേർഡ് എല്ലാം ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷായി. ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ച്, പക്ഷേ കുളിക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ വന്ന് കുളിച്ച് ഫ്രഷായി. ഞാനിപ്പോൾ ഒരു ഡെനിമിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടത്. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. താഴെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഞാൻ ഈ വ്ളോഗിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുത്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് നാട്ടിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ കാരണം ഇതൊരു ഭയങ്കര ഒഫീഷ്യൽ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പം വന്നത് തന്നെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഇന്നലെ രാത്രി 7:30 ഫ്ലൈറ്റ് കയറിയിട്ട് ഇപ്പം ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടേ ഉള്ളൂ. കൊച്ചിയിലൊരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ 2:30 ആകുമ്പോഴത്തേക്ക് ലഗേജ് എല്ലാം എടുത്ത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ മൂന്നാറിലേക്ക് വന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എത്തിയത്. ഇത് കുറച്ച് മൂന്നാറിൽ നിന്ന് ഉള്ളിലോട്ടാണ്, ഒരു റിസോർട്ടാണ്. അപ്പം കുറച്ച് യാത്രയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇപ്പം ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടുത്തെ പ്രോഗ്രാംസ് ഉണ്ട്. നാളെ ഫുൾ ഓഫീസിൻ്റെ ഒഫീഷ്യൽ എല്ലാം ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ്. അതിനുശേഷം ഈവനിങ് നാളത്തെ ഈവനിങ് പ്രോഗ്രാം കഴിഞ്ഞു. നേരെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലേക്കാണ് പോകുന്നത്, അവിടുന്ന് ദുബായിക്ക്. അപ്പം നമുക്ക് വീട്ടിൽ പോകാനോ വീട്ടുകാരെ കാണാനോ ഒന്നും പറ്റത്തില്ല. എൻ്റെ വീട് കൊല്ലത്തും കൂടെ ആയതുകൊണ്ട്, ഞങ്ങളിപ്പം എറണാകുളം എയർപോർട്ടും കൂടെ ആയതുകൊണ്ട് 4 hours ട്രാവലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരാനൊന്നും ആർക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് വീട്ടുകാരെ കാണുന്നില്ല, വീട്ടിൽ പോകുന്നില്ല, ആ ഇമോഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴും നാട്ടിൽ വരുന്ന ആ ഒരു ഫീലിംഗ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്ര നല്ലതാണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലതുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ട്. ഈ റിസോർട്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇൻഫിനിറ്റി പൂൾ. അവിടെയൊക്കെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനൊക്കെ സമയം കിട്ടുമോ എന്തോ. ഇപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന എലക്സർ വുഡ്സാണോ ഹിൽസാണോ എന്നറിയില്ല, വുഡ്സിലാണ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനി ഹിൽസിലേക്ക് പോകും. അല്ല, നമ്മൾ നിൽക്കുന്ന ഹിൽസിലാണ്. ഹിൽസിൽ നിന്ന് വുഡ്സിലേക്ക് പോകണം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ജീപ്പെടുത്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ കുന്നും കയറ്റമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ ടാസ്ക് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ച് വന്നിട്ട് നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്ന് ആ വ്യൂസൊക്കെ ഒന്ന് നോക്കി എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിഷമം, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അതാണ് എൻ്റെ വിഷമം. അതിനുശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. അതിനുശേഷമുള്ള സീനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ ടീമാണ്, ഇന്ത്യൻ ടീമൊക്കെ പിന്നാണ് വന്നത്. അവരൊക്കെയാണ് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉറക്കെണീറ്റ്, കാരണം ഫുഡ് കഴിച്ചിട്ട് ലഞ്ച് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഉറക്കെണീറ്റിട്ട് നോക്കിയപ്പോഴത്തേക്കും ഫുൾ മഴ, സ്വിമ്മിംഗ് പൂളിൽ നിറയെ ആൾക്കാർ. അതൊക്കെയായിരുന്നു സിറ്റുവേഷൻ. നോക്ക്, മഴ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല. എല്ലാ ക്ലൈമറ്റും കിട്ടി. വെയിലും കിട്ടി, മഴയും കിട്ടി, എല്ലാം തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. ഹലോ, ഞങ്ങൾ ഇതുവരെ ഉറക്കമായിരുന്നു. കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ സമയം എന്തായി, 5:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രോഗ്രാം ഇനി 7:30 ആണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 o'clock ആകുമ്പോഴത്തേക്ക് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. 7:30 ആകുമ്പോഴത്തേക്ക് DJയും കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആവണം. ഞങ്ങൾ കുളിച്ചിട്ട് ഉറങ്ങിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ മഴ, ഭയങ്കര സൂപ്പർ വെതർ. മഴ ആസ്വദിച്ചപ്പോഴാണ് എനിക്കൊരു ചായ കുടിക്കുന്നത്. ഞാൻ നേരെ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കി ബാൽക്കണി വന്നിരുന്ന് അവിടെ നിന്ന് ആ ചായയൊക്കെ കുടിച്ച് സൂപ്പറായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ കുളിച്ച് ഫ്രഷ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈവനിങ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ ഫ്രഷ് ആവുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ വെതറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എല്ലാം നോക്കി. അതിനുശേഷം ഞാൻ വന്ന് കോഫി ഇട്ട് കുടിച്ച്, പിന്നെ കോഫി ഇട്ട് കുടിച്ചിട്ട് അവിടെ ഒരു കട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വ്യൂ കിട്ടും. ഞാൻ അവിടെ ഇരുന്നിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ പോയി റെഡിയായി വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു
ഫൈനൽ ലുക്ക് ഇതായിരുന്നു. വലിയ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, ലൈറ്റ് മേക്കപ്പ് ഇട്ടുള്ളൂ. കാരണം DJയും ഡാൻസും പാട്ടും ഒക്കെ അതുകൊണ്ട് മേക്കപ്പ് ഇട്ടിട്ട് കാര്യങ്ങൾ എല്ലാം ഒഴുകി പോവും. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഫൈനൽ റെഡി ആയിട്ട് ഇറങ്ങി. പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾക്ക് പിന്നെ അവിടെ വെച്ച് കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. ഇവിടെയായിരുന്നു നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു കേക്ക് കട്ടിങ്ങും കുറച്ച് നമ്മളുടെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കമ്പനീൻ്റെ ഒരു ജേർണി എല്ലാം കാണിക്കുന്നതും കുറച്ച് കാര്യങ്ങളും, അതിനുശേഷം ഒരു കേക്ക് കട്ടിങ്ങും ഒഫീഷ്യൽ കേക്ക് കട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു DJ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ എല്ലാ ടീംമേറ്റ്സിനെയും കാണുന്നത്. കാരണം വന്ന സമയത്ത് നമ്മൾ അകപ്പട, ജിദ്ദ, ദമാം അങ്ങനെ ഞങ്ങൾ 3 ടീം മാത്രമേ എയർപോർട്ടിൽ നിന്ന് ബസ്സിനകത്ത് ഒരുമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ടീമിനെ കണ്ടിട്ടില്ലായിരുന്നു, ഖത്തർ ടീമിനെ കണ്ടിട്ടില്ല. അവരൊക്കെ വേറെ ഫ്ലൈറ്റിൽ നിന്ന് മുന്നേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിയാദ് ടീമിനെ കണ്ടിട്ടില്ല. റിയാദ് ടീമും അതെ, സൗദിയും ഖത്തറും എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ഒരേ ബസ്സിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ടയർഡായിട്ട് ആരും പരിചയപ്പെട്ടിട്ടില്ല. ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ആൾക്കാരെ നമ്മൾ ഓവർ ഫോൺ സംസാരിച്ചിട്ട് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടു. പക്ഷെ എല്ലാവരെയും എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുറേ ആൾക്കാരൊക്കെ ഓർമ്മയുണ്ട്, കുറേ ആൾക്കാരൊന്നും ഓർമ്മയില്ല. അതിനുശേഷം ഞങ്ങൾ DJ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളുടെ സ്വന്തം ടീം, നമ്മളുടെ UAE ടീം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾക്ക് ഡിന്നർ അവിടെ തന്നെ നിയർ ബൈ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു. ഉള്ളിൽ തന്നെ നല്ല ഡിന്നറായിരുന്നു. പക്ഷേ എനിക്കൊന്നും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി കിടന്ന് ഉറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് രാവിലെ എണീറ്റിട്ട് നേരെ ഞാൻ ജനൽ തുറന്നിട്ടൊന്ന് പുറത്തിട്ടുള്ള വ്യൂ നോക്കി. എന്ത് രസമായിരുന്നു നിന്ന്. കുറേ നേരം അവിടെ പോയി നിന്ന്. അതിനുശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ ലാസ്റ്റ് ഡേ ആണ്, സൺഡേ. ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. ഒന്ന് വരുമോ നിങ്ങൾ? ഞാൻ ആ കിടന്ന് അലർന്നത് ഇവരെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ട് പോകാനാണ്. ഇവർക്ക് ലേറ്റാണ്, എന്ത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങനെ അലർക്കൂവി പോകുന്ന കാണുമ്പോൾ തോന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അവിടെ തീരുന്നു. അങ്ങനെയൊന്നും അല്ല. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിന് റെഡി ആവണമല്ലോ. അതുകൊണ്ട് വേഗം എല്ലാവരെയും വിളിച്ചിട്ട് ഇതായിരുന്നു നമ്മളുടെ പ്രോഗ്രാം. ഒഫീഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളുടെ ഓഫീസിൻ്റെ ടീഷർട്ടായിരുന്നു അന്ന് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പ്രോഗ്രാംസ്, എനിക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടി. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചു. കുറേ ഒന്നും നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഈ ഒരു ഡേയിൽ എനിക്കധികം ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഫോട്ടോ എടുത്ത്. സ്റ്റിൽ ഐ എം മിസ്സിങ് ദാറ്റ് സ്വിമ്മിങ് പൂൾ. അതിനുശേഷം കുറേ ഫോട്ടോഷൂട്ടും പ്രോഗ്രാംസും ഒക്കെ തന്നെ ആയിരുന്നു. കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം ആ കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് വരികയാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെ വണ്ടി കെട്ടി പാക്ക് ചെയ്ത് ലഗേജൊക്കെ അതിന് മുന്നേ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ടീംസ് ഫുള്ളും കൂടെ പുറപ്പെട്ടു. ഇതായിരുന്നു മൂന്നാർ. ഈ ഒരു വ്യൂ ഒന്നും എനിക്കധികം ആസ്വദിക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ട്രിപ്പ് നല്ല സൂപ്പറായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ശൈച്ചേട്ടൻ. ഞാൻ എല്ലാവരും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ചിക്കു, അത് സെയിൻ, പിന്നെ ആരൊക്കെയോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിച്ചത് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇനി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് പാത്തുവിൻ്റെ ഉമ്മയും പാത്തുവിൻ്റെ സിസ്റ്ററും മക്കളും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയില്ലേ, അവരതൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാഗ് ഫുള്ള് പാത്തുവിൻ്റെ ആയിരുന്നു. അവരെ കണ്ടു. അതിനുശേഷം ഞാൻ എയർപോർട്ടിൽ കയറിയപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഇനി ഒന്നും കൊള്ളത്തില്ല, എനിക്ക് വയ്യാണ്ടായി, ടയേർഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നിനും പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ വെച്ച് കാണാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ദുബായിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു 2 day ട്രിപ്പ്. ദുബായിൽ നിന്ന് മൂന്നാറിൽ നിന്ന് ദുബായ്. പക്ഷെ ഞങ്ങളെല്ലാവരും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. അപ്പം ഓക്കെ, ബൈ, സീ യു.